ഇന്നത്തെ റെസിപ്പി നല്ല സ്പൈസി ആയിട്ടുള്ള വെറൈറ്റി ആയിട്ടുള്ള കിഡിലൻ ടേസ്റ്റിലുള്ള നല്ലൊരു 4 മണി പലഹാരത്തിൻ്റെയാണ്. ഉണ്ടാക്കിയെടുക്കാൻ നല്ല എളുപ്പമാണ്. അതുപോലെ തന്നെ ഈ ഒരു സ്നാക്ക് തയ്യാറാക്കി എടുക്കാൻ വേണ്ടിയിട്ട് മാവ് കുഴയ്ക്കുക പരത്തുക ഒന്നും തന്നെ ആവശ്യമില്ല. ഉണ്ടാക്കിയെടുക്കാൻ നല്ല എളുപ്പമാണ്, അടിപൊളി ടേസ്റ്റുമാണ്. അപ്പോൾ എങ്ങനെയാണ് ഈ ഒരു സ്നാക്ക് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. അതിനു മുന്നേ ആയിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. തൊട്ടടുത്തുള്ള ബെല്ലൈക്കണും കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്താൽ പുതിയ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻസൊക്കെ പെട്ടെന്ന് തന്നെ കിട്ടുകയും ചെയ്യും. അപ്പോൾ ഈ ഒരു സ്നാക്ക് തയ്യാറാക്കി എടുക്കാൻ വേണ്ടിയിട്ട് ആദ്യം തന്നെ ഇതിലേക്കൊരു ഫില്ലിങ്സ് റെഡിയാക്കി എടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു കടായി സ്റ്റൗവിൽ വെച്ചിട്ടുണ്ട്. എന്നിട്ട് ഇതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ അല്ലെങ്കിൽ ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതിലേക്ക് അത്യാവശ്യം നല്ല വലുപ്പത്തിലുള്ള ഒരു സവാള ചെറുതായിട്ട് കനം കുറഞ്ഞ് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ അതും കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. ചെറിയ സവാളയാണെങ്കിൽ 2 എണ്ണമൊക്കെ എടുക്കാം. ഇനി സവാള ചെറുതായിട്ടൊന്ന് വഴന്നു വരുന്ന സമയത്ത് ഇനി ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് ചതച്ചെടുത്തിട്ടുള്ളതാണ്. അതും കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. കൂടെ തന്നെ നല്ലൊരു ഫ്ലേവറിന് വേണ്ടിയിട്ട് കുറച്ച് കറിവേപ്പില ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് അതും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ പെട്ടെന്ന് വഴന്ന് കിട്ടാൻ വേണ്ടിയിട്ട് ഒരു പാകത്തിനൊരു നുള്ള് ഉപ്പും കൂടി ചേർത്തിട്ട് നന്നായിട്ട് വഴറ്റിയെടുക്കാം. അപ്പോൾ സവാളയൊക്കെ നന്നായിട്ട് വഴന്ന് നല്ല സോഫ്റ്റായിട്ട് വന്നാൽ ഇനി ഇതിലേക്കുള്ള മസാലകൾ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടേബിൾ സ്പൂൺ മുളക് പൊടി, കൂടെ ഒരു 1/4 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി കൂടെ ചേർത്തിട്ട് നന്നായിട്ട് മിക്സാക്കി ഈ ഒരു മസാലയുടെ പച്ചമണക്കൊന്ന് മാറി കിട്ടിയാൽ ഇനി ഇതിലേക്ക് ചിക്കൻ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ചിക്കൻ കുറച്ച് മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും കുരുമുളക് പൊടിയും ഒരു നുള്ളു ചിക്കൻ മസാലയും ഉപ്പും ചേർത്തിട്ട് വേവിച്ചെടുത്തിട്ടുള്ള ചിക്കനാണ്. അപ്പോൾ ഇതുപോലെ ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് അതും കൂടെ ഇതിലേക്ക് ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കാം. ഫ്രൈ ചെയ്തെടുത്തിട്ടുള്ള ചിക്കനായാലും കുഴപ്പമൊന്നുമില്ല, അതായാലും ഒന്നും കൂടി ടേസ്റ്റാണ്. അപ്പോൾ ചിക്കനും സവാളയൊക്കെ നന്നായിട്ട് മിക്സായിട്ട് കഴിഞ്ഞാൽ ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ കുരുമുളക് പൊടി കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ എരിവ് നോക്കിയിട്ട് പാകത്തിന് കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കാം. പിന്നെ അതുപോലെ തന്നെ കുറച്ച് മല്ലിയില ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് അതും കൂടി ചേർത്ത് നന്നായിട്ട് മിക്സാക്കി എടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ഫില്ലിങ്സ് റെഡി ആയിട്ടുണ്ട്. ഇനി ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ഇതൊരു ഭാഗത്തേക്ക് മാറ്റി വെക്കാം. ഇനി നമ്മുടെ സ്നാക്ക് റെഡിയാക്കി എടുക്കാൻ വേണ്ടിയിട്ട് ഇതിലേക്കൊരു ബാറ്റർ റെഡിയാക്കി എടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ടൊരു മിക്സിയുടെ ജാറിലേക്ക് 2 കോഴിമുട്ട പൊട്ടിച്ചൊഴിക്കാം. കൂടെ തന്നെ 1 കപ്പ് മൈദ കൂടെ ചേർത്ത് കൊടുക്കാം. അപ്പോൾ മുട്ട ചേർത്ത് കൊടുത്തിട്ട് വേണം മൈദ ചേർത്ത് കൊടുക്കാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ മൈദ ഫസ്റ്റ് ഇട്ട് കൊടുക്കുകയാണെങ്കിൽ അടി പിടിക്കാനുള്ള സാധ്യതയുണ്ട്, അടിയിൽ ഒട്ടിപ്പിടിക്കും. പിന്നെ പാകത്തിന് ഉപ്പും 1 കപ്പ് വെള്ളം ഒഴിച്ചിട്ട് ഇത് നന്നായിട്ടൊന്ന് അടിച്ചെടുക്കണം. നല്ല പേസ്റ്റ് രൂപത്തിൽ നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം. അപ്പോൾ ബാറ്റർ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ലൂസിലാണ് ബാറ്റർ വേണ്ടത്. ഇനി ഒരു നോൺ സ്റ്റിക്കിൻ്റെ പാൻ സ്റ്റൗവിൽ വെച്ചിട്ട് അതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ നെയ്യ് ചേർത്ത് കൊടുക്കാം. അപ്പോൾ നെയ്യ് എല്ലാ ഭാഗത്തേക്കും ആക്കിയിട്ട് ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഇനി ഇതിലേക്ക് ഒരു 2 തവി മാവ് ഒഴിച്ചു കൊടുക്കാം. നമ്മൾ സാധാരണ ദോശയൊക്കെ ചുട്ടെടുക്കുന്ന രീതിയിൽ മാവ് ഒഴിച്ചു കൊടുക്കാം. ചെറിയൊരു കട്ടിക്ക് വേണം മാവ് ഒഴിക്കാൻ വേണ്ടിയിട്ട്, എന്നാൽ ഒരുപാട് കട്ടി കൂടി പോവുകയും ചെയ്യരുത്. അപ്പോൾ ഇത് അടച്ച് വെക്കേണ്ട ആവശ്യമൊന്നുമില്ല, ഒരു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് വേണം ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ദോശ ഏകദേശം ഒരു 1/4 ഭാഗം വെന്ത് വരുന്ന സമയത്ത് ഇനി ഇതിൻ്റെ സെൻറ്ററിലായിട്ട് ഇതുപോലെ നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുള്ള ഫില്ലിങ്സ് വെച്ച് കൊടുക്കാം. ഇനി ഇത് പകുതിയായിട്ട് മടക്കിയെടുക്കാം. മടക്കിയെടുക്കുന്ന സമയത്ത് സൈഡ് ഭാഗമൊക്കെ ഇതുപോലെ നന്നായിട്ട് പ്രസ് ചെയ്ത് കൊടുക്കാം. ഇനി ബാക്കി ഭാഗത്ത് നെയ്യൊന്ന് സ്പ്രെഡാക്കിയതിന് ശേഷം ആദ്യം ഇതുപോലെ ബാക്കി വരുന്ന ഭാഗത്ത് സൈഡിലൂടെ ആയിട്ട് മാവ് ഒഴിച്ചിട്ട് ബാക്കി എല്ലാ ഭാഗത്തേക്കൊന്ന് കവർ ചെയ്യുന്ന രീതിയിൽ മാവ് ഒഴിച്ചു കൊടുക്കാം. അപ്പം മടക്കിയ ആ ഭാഗത്ത് വേണം ആദ്യം ഒഴിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട്, എന്നാലേ കറക്റ്റായിട്ട് ഈ ഒരു ദോശ അതിലും ഒട്ടിപ്പിടിക്കുകയുള്ളൂ. അപ്പോൾ ഈ ഒരു ദോശയും ഏകദേശം ഒന്ന് വെന്ത് വരുന്ന സമയത്ത് ഫില്ലിങ്സ് ഇതുപോലെ സെൻറ്ററിലായിട്ട് ഇട്ട് കൊടുക്കാം. ഇട്ട് കൊടുക്കുന്ന സമയത്ത് ആ ഒരു മടക്കാനുള്ള ആ ഒരു ഭാഗത്തേക്ക് ഫില്ലിങ്സ് ആവാതെ ശ്രദ്ധിക്കുക. ഇനി ഇത് ഒന്നും കൂടെ മടക്കി കൊടുത്തിട്ട് ഇതുപോലെ നേരത്തെ ചെയ്ത പോലെ സൈഡ് ഭാഗം ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കാം. ഇനിയും ലെയറായിട്ട് വേണമെങ്കിൽ ചെയ്തെടുക്കാം. ഞാനിപ്പോൾ 2 ലെയറായിട്ടാണ് ചെയ്തെടുക്കുന്നത്. അപ്പോൾ 2 ഭാഗവും ചെറുതായിട്ട് കളർ മാറി കിട്ടിയാൽ ഇനി പാനിൽ നിന്ന് മാറ്റാം. അപ്പോൾ ഈ ഒരു ബാറ്ററും ഫില്ലിങ്സും വെച്ചിട്ട് ഞാനിപ്പോൾ ഇതുപോലെ 2 എണ്ണം ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട്. ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് സെർവിങ് പ്ലേറ്റിലേക്ക് മാറ്റിയതിന് ശേഷം ഇനി ഇഷ്ടമുള്ള രീതിയിൽ കട്ട് ചെയ്തിട്ട് സെർവ് ചെയ്യാം. നല്ല ടേസ്റ്റാണ് കഴിക്കാനായിട്ട്. തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് വേണമെങ്കിൽ മധുരമുള്ള ഫില്ലിങ്സ് വെച്ചിട്ടും ഇതേ രീതിയിൽ ചെയ്തെടുക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കുക. എന്നിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക്സ് താഴെ കമൻറ്റ് ബോക്സിൽ അറിയിക്കാൻ മറക്കരുത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യുക. ഫ്രണ്ട്സ് റിലേറ്റീവ്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത്. അപ്പോൾ നല്ല അടിപൊളി വീഡിയോയുമായി വീണ്ടും വരാം. അതുവരെ ടേക്ക് കെയർ. ബൈ. താങ്ക് യു.